ഇപ്പോൾ നമ്മളിവിടെ ഒരു വിജയേട്ടൻ ഉണ്ടായിരുന്നു, ചായപ്പീടി നടത്തിയിരുന്ന വിജയേട്ടനും ഭാര്യയും. വിജയേട്ടൻ മരണപ്പെട്ടുപോയി. എത്ര രാജ്യങ്ങളിലാണ് സഞ്ചരിച്ചു. അങ്ങനെ ഞാൻ വേറെ വഴിക്ക് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരിട്ട് സംസാരിച്ചു. ഒരു ദിവസം അവിടെ പോയി ചായ പിടിച്ച് സംസാരിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് അഡ്വൈസായിട്ട് വന്നത്. ശരിക്കും കേരള ടൂറിസത്തിൻ്റെ ഒരു അഡ്വൈസറായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങര, വിജയേട്ടൻ തുടങ്ങി പലരുണ്ട്. ഇപ്പോൾ മുരളി തുമ്മാർ കൂടിയായിട്ട് ഞങ്ങൾ ചിലത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള പല സെലിബ്രിറ്റീസും ഉണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. ഇവരോടൊക്കെ ഇതിലിപ്പോൾ നടപ്പിലാക്കുന്ന പല കാര്യവും പലരും പറയുന്നത് കേട്ട അനുഭവം വെച്ചിട്ടാണ്. അപ്പോൾ നല്ല കേൾവിക്കാരനായാലേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. വിജയേട്ടൻ്റെയൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ, അത് വലിയൊരു സംഗതിയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നോട് എൻ്റെ ഒരു ഞാൻ പേര് പറഞ്ഞ ഞങ്ങൾ അറിയില്ല, ഒരു കക്ഷി പറഞ്ഞാണ് ഇതുപോലുള്ള പദ്ധതി. അതൊരു വലിയ ഉണർവുണ്ടാക്കും. നമ്മളിപ്പോൾ നിങ്ങൾ വാഗമണിൽ പോയി എത്ര ആളവിടെ വരുന്നത്? ഞാനിപ്പോൾ ചാവക്കാട് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾ വരുന്നു. അപ്പോൾ നമ്മൾ വലിയ കോടികൾ മുടക്കിയൊന്നും കാര്യം ചെയ്യണമെന്നില്ല. ചെയ്യുന്നത് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള പദ്ധതികളാവുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പോൾ റെസ്റ്റ് ഹൗസ് എന്തുകൊണ്ട് സ്വീകരിച്ചു? ഞാനീ പറഞ്ഞ മാറ്റം ജനങ്ങളെ ഇഷ്ടപ്പെട്ടു. റൂം ബുക്ക് ചെയ്യുക, പോയി താമസിക്കാൻ പറ്റുന്നു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാൽ അതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വലിയ കാര്യങ്ങൾ കണ്ട് പോയാൽ അത്രത്തോളം പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഒരു കേൾവിക്കാരനായി മാറുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. എനിക്ക് വാട്സപ്പിൽ പല മെസ്സേജും വരാറുണ്ട്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വരാറുണ്ട്. പലതും ഞാൻ പ്രിൻ്റ് എടുത്ത് എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട്, തിരിച്ച് മറുപടി അയക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന കുറേ ഇൻഫർമേഷൻസാണ് കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നതിന് ഒരു ഊർജ്ജമായിട്ട് മാറുന്നത്.